Hello guys, my name is Muhammad Jifri. I am the founder and CCO of Eduzone. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകണമെന്നറിയോ, കോഫൗണ്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് കോഫൗണ്ടേഴ്സിനെ കൂട്ടിയിട്ട് നമ്മുടെ ഈ കമ്പനി നല്ല രീതിയിൽ ഡൗൺ ആയി അല്ലെങ്കിൽ നല്ല രീതിയിൽ സക്സസ് ആയി. അതെന്തായിരിക്കും എന്നറിയോ, അവിടെ കോഫൗണ്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വേണം ഒരു കോഫൗണ്ടേഴ്സിനെ എടുക്കേണ്ടത്. കോഫൗണ്ടേഴ്സിനെ ഒരാൾ പൈസനെ കൊണ്ടോ കാര്യങ്ങളെ കൊണ്ടോ മാത്രം നമ്മൾ കോഫൗണ്ടേഴ്സിനെ എടുക്കരുത്. എക്സാമ്പിൾ കാര്യം പറയാം, നമ്മൾ ഈ ബിസിനസ് ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് നിങ്ങൾക്ക് നല്ല ഹാർഡ് വർക്കും നല്ല സിൻസിയറും നല്ല കാര്യങ്ങളും എത്ര ടൈമും നിങ്ങൾ 24 hours വരെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഓക്കെയാണ്. അപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റ് അടിപൊളിയാണ്, നല്ല വിഷൻ ഉണ്ട്, നല്ല മിഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊരു പാർട്ട്ണറെ അല്ലെങ്കിൽ നിങ്ങളൊരു കോഫൗണ്ടേഴ്സിനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കണം, നിങ്ങൾ അതേ മൈൻഡ് സെറ്റ് ഉള്ള ആളായിരിക്കണം. അധികം ആൾക്കാർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ഓൻ എടുക്കും, എന്നിട്ടോ നമ്മൾ ഈ ആഴ്ച പോലും പണിയെടുക്കൂല, എന്നിട്ട് അവിടെ എന്താ ലാസ്റ്റ് നമുക്ക് അടിപിടിയും കാര്യങ്ങളും കച്ചറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്തി പോകുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ കോഫൗണ്ടേഴ്സിനെ എടുക്കുന്ന സമയത്ത് നിങ്ങളെ വിഷന് നിങ്ങളെ മിഷൻ നിങ്ങളെ കാര്യങ്ങളനുസരിച്ച് പോകാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ എന്തെടുക്കുക, ഒരു കോഫൗണ്ടർ എടുക്കുക. നമ്മൾ തോനെ കേട്ടിട്ടുണ്ട് സ്റ്റാർട്ടപ്സുകളൊക്കെ നല്ല രീതിയിൽ ഇത്ര സമയം കൊണ്ടൊക്കെ ഇന്ന ലെവലിലേക്ക് എത്തി. അതെന്തായിരിക്കും എന്ന് വെച്ചാൽ ഓരോ വിഷനും മിഷനും അറിഞ്ഞിട്ടുള്ള സെയിം കോഫൗണ്ടറാണ്. അപ്പോൾ അവിടെ കോഫൗണ്ടേഴ്സ്, കാരണം ബിസിനസ് എന്ത് ചെയ്തു മാർക്കറ്റിങ്ങും സെയിൽസ് കാര്യങ്ങളും കാര്യമില്ല, അതിൻ്റെ ഡയറക്ടേഴ്സില്ല, അതിൻ്റെ ഫൗണ്ടേഴ്സ് തീരെ ഒരു മാച്ചപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് സക്സസ് ആവില്ല. ആ ബിസിനസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു അടിത്തറ നന്നാവണം. അപ്പം നിങ്ങൾ എടുക്കുന്ന കാരണം നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക്, കാരണം നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം നിങ്ങളെ ബിസിനസ്സിന് പറ്റിയ ആളാണോ. വെറുതെ ഒരാളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം എടുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഡിസിഷൻസ് വേണം. ഇതുവരെയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുമോ, അവരെടുത്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ ഒരാൾ എടുക്കുന്ന സമയത്ത് ടൈം പഞ്ച്വാലിറ്റി നോക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം, ടൈം പഞ്ച്വാലിറ്റി നോക്കാം, പ്രോപ്പറായി ടൈമിന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണോ, ഇവർ ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിക്കുക. അപ്പോൾ നിങ്ങളൊരു പുറത്തുനിന്ന് ഒരു കോഫൗണ്ടറിനെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവർ ഹിസ്റ്ററി പഠിക്കുക, അവരെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്ത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ടൈമൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളാണോ, നമ്മുടെ ബിസിനസ്സിലേക്ക് സ്യൂട്ടായിട്ടുള്ള ആളാണോ, നമ്മുടെ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അല്ലെ കാര്യം പോണതിന് വെറുതെ കോഫൗണ്ടർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ നിങ്ങൾ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ സ്ട്രഗിളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവും. ആഫ്റ്റർ ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുക, ചിലപ്പോൾ കഴിയുന്നത് വരെയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ല കോഫൗണ്ടറൊക്കെ നമ്മൾ ടൈം ബൗണ്ടൊക്കെ വെച്ച് ആദ്യം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, പുറത്തുനിന്ന് ഒരാളെ നിങ്ങൾ കോഫൗണ്ടർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ലൈനൊക്കെ വെച്ച് ആ ടൈം ലൈൻ്റെ ഉള്ളിൽ ആ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനും നമ്മൾ അതേപോലെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യാനും ഓൺക്ക്, കാരണം നമുക്ക് എന്താണോ നീഡ് ആ നീഡ് തന്നെ ആയിരിക്കണം അവരും ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് നീഡ് പൈസ ആണെന്നെങ്കിൽ ഓർക്ക് നീഡ് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. രണ്ടു പേർക്കും ഒരു ഇൻകംസ് ഉണ്ടാക്കണം, നല്ല രീതിയിൽ ഒരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം, ഒരു ക്രിയേറ്റിവിറ്റി ഒരു പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കണം നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിലേ മാത്രമുള്ള ഒരു ബിസിനസ് കാര്യങ്ങളും ഒരു ഓട്ടോമേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ബിസിനസ്സിലേക്ക് എടുക്കുന്ന സമയത്ത് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കോഫൗണ്ടർ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ് സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെക്കാട്ടിൽ അടിപൊളി വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും സീ യു.